ഇന്നത്തെ ഡിന്നറിന്റെ ഹൈലൈറ്റ് ഗോഡ് ഷോൾഡർ മന്തിയായിരുന്നു. മന്തിയുടെ കൂടെ തന്നെ മയണൈസും ടൊമാറ്റോ സോസും മുട്ടയൊക്കെ ഉണ്ടായിട്ടോ. ടെൻഡറായ ഗോട്ടിന്റെ പീസിന്റെ കൂടെ തന്നെ റൈസും മയോയും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ പോയത് സ്കാർബ്രോയിലെ ബിരിയാണി ആൻഡ് ബാർബിക്യൂ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആന്റിബയോട്ടിക് കൊടുക്കാത്ത ചിക്കനും ഗ്രാസ് ഫെഡ് ലാംസും ഒക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. തുടക്കം തന്നെ ഒന്ന് പുകച്ചാണ് തുടങ്ങിയത്. ഡബിൾ ലെയർ വരുന്ന ഷേർലി ടെമ്പിളും വെർജിൻ പൈനാപ്പിളും മാംഗോ ഷേക്കും ആണ് വന്നത്. എന്റെ ഫേവറേറ്റ് ഇവിടുത്തെ ക്ലാസിക്കലായ മാംഗോ ഷേക്ക് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ചിക്കൻ സൂപ്പൊക്കെ ബ്രോത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂപ്പിനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കറി പോലത്തെ ഫ്ലേവറിംഗ് ഉണ്ടായിട്ടോ. ചില്ലി ചിക്കൻ ആയിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടർ. സ്പൈസിയും സേവറി ആയിട്ടുള്ള ഇതിന്റെ ടേസ്റ്റ് പൊളിയായിരുന്നു. പിന്നെയും പുകച്ച് ഞങ്ങളുടെ ടേബിളിലേക്ക് എത്തിയതാണ് സിസ്ലർ ചിക്കൻ ടിക്ക. സിസ്ലിംഗ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഈ ടിക്കയ്ക്ക് നല്ല ടെൻഡർ ആയ ടെക്സ്ചർ ആയിരുന്നു കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള സ്പൈസിനെസ് ആയിരുന്നു ഫ്ലേവർ. ഫ്രൈ ചെയ്ത ഫുൾ ആയിട്ടുള്ള ഒരു കിങ് ഫിഷ് ആണ് നെക്സ്റ്റ് പറഞ്ഞത്. മസാലയുടെയും ഫിഷിന്റെയും ടേസ്റ്റ് തമ്മിൽ നല്ലൊരു ബാലൻസ് ഉണ്ടായിട്ടോ. കാനഡയിൽ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പൊറോട്ടാസ് ഇവിടെ നിന്നാണ് കിട്ടിയത്. പൊറോട്ടയുടെ കൂടെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൗത്ത് ഇന്ത്യൻ ഷ്രിംപ് കറിയാണ്. ഷ്രിംപിന്റെ ഫാൻസ് അല്ലെങ്കിൽ നല്ല ചിക്കൻ മസാലയും പനീർ മസാലയും ഇവിടെ കിട്ടൂട്ടോ. തുടക്കം പുകച്ചോണ്ടായിരുന്നോണ്ട് തന്നെ ഒടുക്കം ഞങ്ങൾ പുകച്ചുട്ടോ. ബീട്രൂട്ട് വിത്ത് ഐസ്ക്രീമും ഷാഹി ടുക്കഡയായിരുന്നു ഞങ്ങളുടെ ഡിസേർട്സ്. ഷാഹി ടുക്കഡ എന്ന് പറഞ്ഞാൽ മിൽക്കിൽ കുതിർത്തി കിടത്തിയ ബ്രെഡ് ആട്ടോ. ഈ റെസ്റ്റോറന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമന്റ്സിൽ കൊടുത്തിട്ടുണ്ടാവും.